നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 5ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് ടെക്സ്റ്റ് ബുക്കിലെ 2ാമത്തെ ചാപ്റ്റർ കല്ലിൽ നിന്ന് ലോഹത്തിലേക്ക്, അതാണ് ഇന്നത്തെ വീഡിയോയുടെ ടോപ്പിക്ക്. പാഠം തുടങ്ങുന്ന സമയത്ത് തന്നെ ഒരു ആദ്യ ഭാഗത്ത് ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട്. അതിൽ പ്രാചീന മനുഷ്യരുടെ ജീവിതത്തെ കാണിച്ചിട്ടുണ്ട്. അതായത് ഒരു ചിത്രകാരൻ വരച്ചിട്ടുള്ള ഒരു ചിത്രമാണ്. അദ്ദേഹത്തിൻ്റെ ഭാവനയിലുള്ള പ്രാചീന മനുഷ്യ ജീവിതമാണ് അതിൽ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ആ ചിത്രം നമ്മൾ വിശകലനം ചെയ്യുകയാണെങ്കിൽ അതിൽ സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. 3-4 ആൾക്കാർ അവിടെ നിൽക്കുന്നുണ്ട്. ഒരു വലിയ കാട്ടുമൃഗമുണ്ട്. അപ്പോൾ ആ കാട്ടുമൃഗത്തെ ആക്രമിക്കുന്ന ഒരു ചിത്രമാണ്. അല്ലെങ്കിൽ ആ കാട്ടുമൃഗം ആക്രമിക്കാൻ വരുമ്പോൾ അതിനെ തടഞ്ഞു നിർത്തുന്ന അല്ലെങ്കിൽ അതിനെ തിരിച്ച് ആക്രമിക്കുന്ന ഒരു ചിത്രം. അപ്പോൾ അവിടെ നമുക്ക് നോക്കിയാൽ കാണാം അവർ ഉപയോഗിച്ചിരിക്കുന്ന ആയുധങ്ങൾ. ആ ഒരു മൃഗത്തെ തിരിച്ചാക്രമിക്കുന്നതിന് അല്ലെങ്കിൽ അതിനെ തടഞ്ഞു നിർത്തുന്നതിന് അവരുപയോഗിച്ചിട്ടുള്ള ആയുധങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ അതിൽ അവരുപയോഗിച്ചിട്ടുള്ളത് വലിയ പാറക്കല്ലുകൾ, അതുപോലെ മരക്കഷ്ണങ്ങൾ, ഇവയൊക്കെയാണ് അവർ ഈ മൃഗത്തെ തടഞ്ഞു നിർത്തുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുള്ളത്. ചെറിയ കല്ലുകളും വലിയ കല്ലുകളും മരത്തിൻ്റെ കഷ്ണങ്ങളും ഒക്കെ. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഈ ആദിമ മനുഷ്യർ അല്ലെങ്കിൽ പണ്ട് കാലത്തെ വളരെ പ്രാചീന കാലത്തുള്ള ആൾക്കാർ ജീവിച്ചിട്ടുണ്ടായിരുന്നത് വലിയ കാടുകളിലായിരുന്നു. അപ്പോൾ ആ സമയത്ത് അവർക്ക് തീർച്ചയായിട്ടും ഈ കാട്ടുമൃഗങ്ങളുടെയൊക്കെ ആക്രമണത്തെ നേരിടേണ്ടി വന്നിട്ടുണ്ടാവും അല്ലേ? കാട്ടിൽ എന്തായാലും കാട്ടുമൃഗങ്ങൾ ഉണ്ടാവുമല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും അവർക്ക് ആ ആക്രമണങ്ങളെ നേരിടേണ്ടി വന്നിട്ടുണ്ടാകും. അപ്പോൾ ആ സമയങ്ങളിൽ അവർ എങ്ങനെയാണ് അതിനെ പ്രതിരോധിച്ചിട്ടുണ്ടായിരുന്നത്, അല്ലെങ്കിൽ ആ മൃഗങ്ങളെ തിരിച്ചാക്രമിക്കുകയോ അല്ലെങ്കിൽ അതിൻ്റെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടുകയോ ചെയ്തിട്ടുണ്ടായിരുന്നത് എങ്ങനെയാണ്, അവരെന്തൊക്കെ ആയുധങ്ങളാണ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത് എന്നൊക്കെ നമുക്ക് ഈ ചിത്രത്തിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയും. സാധാരണഗതിയിൽ നമുക്ക് അറിയാം, ഈ കാട്ടിലുള്ള മൃഗങ്ങളുണ്ടല്ലോ, അവർക്ക് ആയുധങ്ങളുടെ ഒന്നും ആവശ്യമില്ല അല്ലേ? പ്രകൃതി തന്നെ അവർക്ക് ഈ ഇര പിടിക്കുന്നതിനും അല്ലെങ്കിൽ മറ്റുള്ള മൃഗങ്ങളിൽ നിന്നും സംരക്ഷണം നേടുന്നതിനുമൊക്കെയുള്ള ആവശ്യമായിട്ടുള്ളത് അവരുടെ ശരീരത്തിൽ തന്നെയുണ്ട്. അതായത് ഇപ്പോൾ പുലിയാണെങ്കിൽ അതിന് കൂർത്ത നഖങ്ങളുണ്ടായിരിക്കും, അല്ലെങ്കിൽ ചില മൃഗങ്ങൾ കാട്ടുപോത്ത് പോലെയുള്ള മൃഗങ്ങളാണെങ്കിൽ നല്ല കരുത്തുള്ളവയായിരിക്കും. അപ്പോൾ അവർക്ക് അവരുടെ ശരീരത്തിൻ്റെ ബലം അല്ലെങ്കിൽ അവരുടെ നഖങ്ങളോ പല്ലുകളോ ഒക്കെ ഉപയോഗിച്ചിട്ട് തന്നെ ശത്രുക്കളെ നേരിടാനും ഇരപിടിക്കാനും ഒക്കെയുള്ള കഴിവുണ്ട്. എന്നാൽ മനുഷ്യന് അതില്ല. അതുകൊണ്ട് തന്നെ ഈ ആഹാരം സമ്പാദിക്കുന്നതിനും അതുപോലെ തന്നെ മൃഗങ്ങളിൽ നിന്നും രക്ഷ നേടുന്നതിനും മറ്റും മനുഷ്യർക്ക് ഉപകരണങ്ങളും ആയുധങ്ങളും ആവശ്യമായിരുന്നു. അതിനു വേണ്ടിയിട്ട് ആദിമ മനുഷ്യർ ഉപയോഗിച്ചിരുന്നത് കല്ലായിരുന്നു. അതുപോലെ തന്നെ മരക്കഷ്ണങ്ങളും ഒക്കെ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ കൂടുതലായും ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത് കല്ലായിരുന്നു. കാരണം അവരുടെ ഏറ്റവും അടുത്ത പ്രദേശങ്ങളിൽ ലഭ്യമായിട്ടുള്ള ഒരു സാധനം എന്ന് പറയുന്നത് കല്ലാണ് അല്ലേ? വളരെ എളുപ്പത്തിൽ ലഭ്യമായിട്ടുള്ളൊരു സാധനം കല്ലാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങൾക്ക് അവർ കല്ലായിരുന്നു അല്ലെങ്കിൽ ശില എന്നും പറയും, അതായിരുന്നു ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ കാലഘട്ടം ശിലായുഗം എന്ന് അറിയപ്പെടുന്നു. പ്രാചീന ശിലായുഗത്തിൽ അഥവാ പാലിയോളത്തിക് ഏജിൽ ആദിമ മനുഷ്യർ ഉപയോഗിച്ചിരുന്നത് പരുക്കനായിട്ടുള്ള കല്ലുകളായിരുന്നു. അതായത് അവർക്ക് ഈ കല്ലുകളൊന്നും മിനുക്കുന്നതിനുള്ള കഴിവോ അല്ലെങ്കിൽ അതിനെക്കുറിച്ചൊന്നുമുള്ള തിരിച്ചറിവോ ഒന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവരക്കാലത്ത് എങ്ങനെയാണോ നമുക്ക് ഭൂമിയിൽ നിന്ന് അല്ലെങ്കിൽ പ്രകൃതിയിൽ നിന്ന് കല്ലുകൾ ലഭിക്കുന്നത് ആ രീതിയിൽ തന്നെ അങ്ങനെ തന്നെയുള്ള കല്ലുകൾ, കൂർത്തതാണെങ്കിൽ അങ്ങനെ, പരന്നതാണെങ്കിൽ അങ്ങനെ, ആ രീതിയിൽ തന്നെയുള്ള കല്ലുകൾ അങ്ങനെ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. അതായത് മൃഗങ്ങളെ വേട്ടയാടുന്നതിനും ഈ മൃഗങ്ങളിൽ നിന്നും രക്ഷപ്പെടുന്നതിന് വേണ്ടിയിട്ടും അതേപോലെ തന്നെ മറ്റ് കിഴങ്ങുകൾ കുഴിച്ചെടുക്കുന്നതിന്, കുഴികൾ ഉണ്ടാക്കുന്നതിനും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവർ ആയുധങ്ങളായിട്ടും അതുപോലെ തന്നെ ഉപകരണങ്ങളായിട്ടും അവരുപയോഗിച്ചിട്ടുണ്ടായിരുന്നത് ഈ പരുക്കൻ കല്ലുകളായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ കാലഘട്ടം പ്രാചീന ശിലായുഗം എന്ന് അറിയപ്പെടുന്നു. അപ്പോൾ ഇങ്ങനെ ഈ പരുക്കൻ കല്ലുകൾ, ആയുധങ്ങളും ഉപകരണങ്ങളും ഒക്കെ ആയിട്ട് ജീവിച്ചിരുന്ന ആ കാലത്ത് അവർ കാട്ടിലാണ് ജീവിച്ചിരുന്നതെന്ന് പറഞ്ഞല്ലോ അല്ലേ? അപ്പോൾ കാട്ടിലുണ്ടായിരുന്ന ഗുഹകളിലായിരുന്നു അക്കാലത്തെ മനുഷ്യരുടെ താമസം.
അങ്ങനെ അവർ അപ്പോൾ ഈ കാട്ടിൽ താമസിക്കുന്ന സമയത്ത് ഭക്ഷണങ്ങൾ ഇപ്പോൾ നമ്മളാണെങ്കിൽ നമുക്ക് വേണ്ടുന്ന ഭക്ഷണത്തിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ കടകളിൽ ചെന്ന് വാങ്ങിക്കും, അല്ലെങ്കിൽ നമ്മൾ കൃഷി ചെയ്തുണ്ടാക്കും, അങ്ങനെയൊക്കെയാണല്ലോ ചെയ്യുന്നത് അല്ലേ. പക്ഷെ അന്നത്തെ കാലത്ത് കൃഷിയുണ്ടായിരുന്നില്ല, കടകളുണ്ടായിരുന്നില്ല, ഒന്നുമില്ല. അപ്പോൾ ഈ കാട്ടിൽ നിന്ന് കിട്ടുന്ന കിഴങ്ങുകൾ, പഴങ്ങൾ, ഈ വേട്ടയാടി കിട്ടുന്ന മൃഗങ്ങൾ, അവയുടെ മാംസം, ഇവയൊക്കെയാണ് അവർ ഭക്ഷണമായി ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. അത് തീ കണ്ടുപിടിക്കുന്നതിന് മുമ്പാണെങ്കിൽ അവർ എങ്ങനെയാണോ പ്രകൃതിയിൽ നിന്നും ലഭ്യമാകുന്നത്, അതായത് കിഴങ്ങുകളൊക്കെ പച്ചയ്ക്ക് തന്നെ, പഴങ്ങളും എല്ലാം പച്ചയ്ക്ക് തന്നെ കഴിക്കും. അതുപോലെ തന്നെ മൃഗങ്ങളുടെ മാംസവും പച്ചയായി തന്നെ കഴിച്ചിരുന്ന ഒരു രീതിയായിരുന്നു. അതിനുശേഷമാണ് തീയുടെ കണ്ടുപിടുത്തം ഉണ്ടാവുന്നത്. തീ കണ്ടുപിടിച്ചതോടു കൂടിയിട്ട് മനുഷ്യർ ഇങ്ങനെ വേവിച്ച ഭക്ഷണത്തിന് നല്ല സ്വാദുണ്ടെന്ന് മനസ്സിലാക്കാൻ തുടങ്ങി, അതായത് ടേസ്റ്റ് കൂടുമെന്ന്. അങ്ങനെ മനസ്സിലാക്കിയിട്ട് അവർ ഈ തീയിൽ ഈ മാംസവും അതുപോലെ തന്നെ കിഴങ്ങുകളുമൊക്കെ ചുട്ടെടുത്ത് വേവിച്ചിട്ടും ഒക്കെ കഴിക്കാൻ തുടങ്ങി. അപ്പോൾ ഇത് കൂടാതെ അവരെന്തിനൊക്കെ ആയിരിക്കും ചിലപ്പോൾ തീ ഉപയോഗിച്ചിട്ടുണ്ടാവുക? ഈ ഭക്ഷണം പാകം ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇന്നത്തെ രീതിയിലുള്ള പാകം ചെയ്യലൊന്നും അല്ല അന്ന് ഉണ്ടായിരുന്നത്. അന്ന് അവർ അത് ചുട്ടെടുക്കുകയോ അല്ലെങ്കിൽ അതിൽ വേവിച്ചെടുക്കുകയോ ചെയ്യുന്ന ഒരു രീതി. അതുകൂടാതെ ഈ തീ ഉപയോഗിച്ചിട്ട് അവർ കാട്ടുമൃഗങ്ങളെ അകറ്റുന്നതിന് വേണ്ടിയിട്ട്, അതുപോലെ തണുപ്പ് കാലത്ത് ചൂട് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഒക്കെ തീ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. ആദ്യ കാലഘട്ടത്തിൽ, അതായത് പ്രാചീന ശിലായുഗത്തിൽ മനുഷ്യൻ പരുക്കനായിട്ടുള്ള കല്ലുകളായിരുന്നു ഉപയോഗിച്ചത് ആയുധങ്ങളായിട്ട് എന്ന് പറഞ്ഞു അല്ലേ, അതുപോലെ തന്നെ ഉപകരണങ്ങളായിട്ടും. അപ്പോൾ അവിടെ നിന്നും നവീന ശിലായുഗത്തിലേക്ക് വരുമ്പോൾ, അതായത് പാലിയോളത്തിക് ഏജിൽ നിന്നും നിയോളത്തിക് ഏജിലേക്ക് വരുമ്പോൾ ഇവരുപയോഗിച്ചിരുന്ന ആയുധങ്ങൾ കണ്ടെത്തിയത് പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയുന്നത് കുറേ കൂടി മിനുസപ്പെടുത്തിയിട്ടുള്ള ആയുധങ്ങൾ ഉപയോഗിച്ചിരുന്നതായിട്ട് കാണാം. അതായത് കുറച്ചുകൂടി അവർ ഒന്നുകൂടി ഡെവലപ്ഡായി അല്ലേ. ആ പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന അതേ രീതിയിൽ ഉപയോഗിക്കുന്നതിന് പകരം കുറച്ചുകൂടി അതിനെ ഒന്ന് കൂർപ്പിച്ച് മിനുസപ്പെടുത്തിയൊക്കെ ആയുധങ്ങളായിട്ടും ഉപകരണങ്ങളായിട്ടും ഒക്കെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. ഇങ്ങനെ സവിശേഷതകളുള്ള ഉപകരണങ്ങളും ആയുധങ്ങളും ഉപയോഗിച്ച കാലഘട്ടത്തെ നവീന ശിലായുഗം എന്ന് വിളിക്കുന്നു. അപ്പോൾ ഈ നവീന ശിലായുഗത്തിൽ ഇത് മാത്രമല്ല, ഒരുപാട് മാറ്റങ്ങൾ മനുഷ്യൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഒരു ചിത്രം നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്, എന്തൊക്കെ മാറ്റങ്ങളാണ് അവിടെ ഉണ്ടായിട്ടുള്ളതെന്ന്. പ്രധാനമായിട്ടും ചക്രത്തിൻ്റെ കണ്ടുപിടുത്തം. അപ്പോൾ അവർ ചക്രം വെച്ചിട്ട് പാത്രങ്ങൾ ഉണ്ടാക്കുന്നത് കാണാം, വീടുകൾ നിർമ്മിക്കുന്നത് കാണാം. അതുപോലെ തന്നെ ഒറ്റയായിട്ട് ഗുഹകളിലും ഒക്കെ താമസിച്ചിരുന്ന മനുഷ്യരൊരു സാമൂഹിക ജീവിതത്തിലേക്ക്, അല്ലെങ്കിൽ കൂട്ടായിട്ട് വീടുകളൊക്കെ വെച്ച് താമസിക്കുന്ന ഒരു രീതിയൊക്കെ നമുക്ക് നവീന ശിലായുഗത്തിൽ കാണാം. അങ്ങനെ തന്നെയാണ് കൃഷിയുടെ ആരംഭം ഉണ്ടാകുന്നത്. മനുഷ്യൻ ഒരുമിച്ച് ഒരു സ്ഥലത്ത് സ്ഥിരമായി താമസിക്കാൻ തുടങ്ങിയത് കൃഷിയുടെ കണ്ടുപിടുത്തത്തോടു കൂടിയാണ്. അതുപോലെ തന്നെ അവർക്ക് താമസിക്കുന്നതിനുള്ള വീടുകൾ നിർമ്മിക്കുകയും ഭക്ഷണം പാകം ചെയ്യുന്നതിനും മറ്റും പാത്രങ്ങൾ ഉണ്ടാക്കി, കൂർത്ത് മിനുക്കിയ ആയുധങ്ങൾ ഉപയോഗിച്ച് അവർ വേട്ടയാടുന്നതിന് ആരംഭിച്ചു. വസ്ത്രങ്ങൾ, അതായത് മൃഗങ്ങളുടെ തോലുകളും മറ്റും വസ്ത്രങ്ങളായിട്ട് ഉപയോഗിക്കാൻ തുടങ്ങി. അതുപോലെ മൃഗങ്ങളെ ഇണക്കി വളർത്താൻ തുടങ്ങി. ഇവയൊക്കെയും നവീന ശിലായുഗത്തിൽ മനുഷ്യജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള പുരോഗതികളാണ്. നവീന ശിലായുഗത്തെ തുടർന്ന് വന്ന കാലഘട്ടമാണ് താമ്രശിലായുഗം. അതായത് നമ്മൾ കണ്ടു, പ്രാചീന ശിലായുഗത്തിൽ ആയുധങ്ങൾ ആയിട്ടും അതുപോലെ ഉപകരണങ്ങളായിട്ടും കല്ലും മറ്റും പ്രകൃതിയിൽ നിന്നും അങ്ങനെ തന്നെ ഉപയോഗിച്ചിരുന്ന മനുഷ്യൻ നവീന ശിലായുഗത്തിലേക്ക് വന്നപ്പോൾ അതൊക്കെ മിനുസപ്പെടുത്തി മൂർച്ചപ്പെടുത്തി ഉപയോഗിക്കാൻ തുടങ്ങി അല്ലേ. പിന്നീട് ഈ ശിലായുധങ്ങളോടൊപ്പം തന്നെ ചെമ്പ് അഥവാ താമ്രം കൊണ്ടുള്ള ഉപകരണങ്ങളും ഉപയോഗിക്കാൻ തുടങ്ങി. ഈ കല്ലിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കൂടുതൽ മൂർച്ചപ്പെടുത്തുന്നതിനും അതുപോലെ തന്നെ പല രൂപത്തിലേക്കും മാറ്റം വരുത്താൻ കഴിയുന്നതുമായിട്ടുള്ള സൗകര്യപ്രദമായി ഉപയോഗിക്കാൻ കഴിയുന്നതുമായ ഒന്നാണ് ചെമ്പ്. അപ്പോൾ ഇത് അവർക്ക് കുറേ കൂടി ഉപകാരപ്രദമായിട്ട് മാറി, അല്ലെങ്കിൽ കുറേ കൂടി സൗകര്യപ്രദമായി മാറി. അങ്ങനെ കല്ലുകൊണ്ടും അതുപോലെ തന്നെ ചെമ്പ് കൊണ്ടുമുള്ള ഉപകരണങ്ങളും ആയുധങ്ങളും ഉപയോഗിച്ചിരുന്ന കാലഘട്ടം താമ്രശിലായുഗം അഥവാ കാൽക്കൊലിത്തിക് ഏജ് എന്ന് അറിയപ്പെടുന്നു.
ചെമ്പിൻ്റെ കണ്ടുപിടുത്തത്തെ തുടർന്ന് ഈയം കണ്ടെത്തുകയും ഈയവും ചെമ്പും ഉരുക്കി ചേർത്ത് വെങ്കലം അഥവാ ഓട് എന്ന ലോഹസങ്കരം നിർമ്മിക്കുകയും ചെയ്തു. അങ്ങനെ നിർമ്മിച്ചിട്ടുള്ള ഈ വെങ്കലം, അതായത് ഓട്, ഈയവും ചെമ്പും ഉരുക്കി ചേർത്ത് ഉണ്ടാക്കിയിട്ടുള്ള വെങ്കലം എന്ന ഈ ഒരു ലോഹസങ്കരം കുറേ കൂടി ചെമ്പിനേക്കാൾ കുറേ കൂടി കടുപ്പമുള്ളതായിരുന്നു. അങ്ങനെ ഇവർ ഈ പ്രാചീന മനുഷ്യർ ആയുധങ്ങളും അതുപോലെ തന്നെ ഉപകരണങ്ങളും ഉണ്ടാക്കാൻ വെങ്കലം ഉപയോഗിക്കാൻ തുടങ്ങി. ഇങ്ങനെ ആയുധങ്ങളും ഉപകരണങ്ങളും ഉണ്ടാക്കാൻ വെങ്കലം ഉപയോഗിച്ച കാലഘട്ടമാണ് വെങ്കലയുഗം എന്ന് അറിയപ്പെടുന്നത്. ഇനി നമുക്ക് ഇത്തരത്തിൽ വെങ്കലം കൊണ്ടും അല്ലെങ്കിൽ ലോഹം കൊണ്ടുള്ള ആയുധങ്ങളുടെയും ഉപകരണങ്ങളുടെയും ഉപയോഗം കൊണ്ട് മനുഷ്യജീവിതത്തിൽ എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടായി എന്ന് നോക്കാം. അതായത് ആദ്യം പ്രാചീന ശിലായുഗത്തിലെ കല്ലുകൊണ്ടുള്ള ഉപകരണങ്ങളിൽ നിന്നും മാറിയിട്ട് ലോഹം കൊണ്ടുള്ള ഉപകരണങ്ങളും ആയുധങ്ങളും ഉപയോഗിക്കാൻ തുടങ്ങിയതിന് ശേഷമുള്ള മാറ്റങ്ങൾ. അതിലൊന്നാമത്തേത് കൃഷിയിലുണ്ടായിട്ടുള്ള മെച്ചമാണ്. അതായത് കാർഷിക ഉൽപാദനം വർദ്ധിച്ചു എന്നുള്ളത്. അതായത് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു, ഈ ഒരു കാലഘട്ടത്തിൽ ജനങ്ങൾ ഒറ്റപ്പെട്ട് ജീവിച്ചിരുന്ന ഈ പ്രാചീന മനുഷ്യൻ കൂട്ടമായി ഒരു സമൂഹമായിട്ട്, കുടുംബമായിട്ടും സമൂഹമായിട്ടും ഒക്കെ ജീവിക്കാൻ തുടങ്ങി. അത് കൃഷിയുടെ ആരംഭത്തോടു കൂടിയായിരുന്നു ഈ ഒരു കാര്യം ഉണ്ടായത്. അതായത് ഇവർ ഈ ഒരു സമൂഹമായി ജീവിക്കാൻ തുടങ്ങിയത്, ഒരിടത്ത് സ്ഥിരമായി താമസം തുടങ്ങിയതും കൃഷിയുടെ ആരംഭത്തോടു കൂടിയിട്ടാണ്. അപ്പോൾ ഈ കൃഷി മെച്ചപ്പെടുത്തുന്നതിന് ഇത്തരം ഈ ലോഹം കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള ഉപകരണങ്ങളും മറ്റും വളരെയധികം സഹായിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കാർഷിക ഉൽപ്പാദനം വർദ്ധിക്കുന്നതിനുണ്ടായിട്ടുള്ള മറ്റ് ഘടകങ്ങളാണ് നദീതടങ്ങളിലെ ഫലഭൂയിഷ്ടമായ മണ്ണ്. അതായത് നദീതടങ്ങളിലെ എങ്ങനെയാണ് ഫലഭൂയിഷ്ടമായ മണ്ണുണ്ടാവുന്നത്? പല ഭാഗത്തു നിന്നും ഉള്ള മേൽമണ്ണ് ഈ നദിയിലെ വെള്ളത്തിനോടൊപ്പം തന്നെ ഒലിച്ചു വരുന്നുണ്ടല്ലോ അല്ലേ. ഈ മേൽമണ്ണ് എന്ന് പറയുന്നത് എപ്പോഴും ഫലഭൂയിഷ്ടമായിരിക്കും. അപ്പോൾ അത്തരത്തിലുള്ള ആ മണ്ണ് ഈ നദീജലത്തോടൊപ്പം ഒഴുകി വരികയും അത് ഈ നദീതടങ്ങളിൽ അടിഞ്ഞു കൂടുകയും ചെയ്യും. അപ്പോൾ ആ മണ്ണ് എന്ന് പറയുന്നത് വളരെ ഫലഭൂയിഷ്ടമായിട്ടുള്ള മണ്ണായിരിക്കും. അതുപോലെ തന്നെ നദീതടങ്ങളിലാണ് ഇവർ താമസം ഉറപ്പിച്ചിരുന്നതും കൃഷി ചെയ്തിട്ടുണ്ടായിരുന്നതും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർക്ക് നദികളിൽ നിന്നുള്ള ജലം ഈ ജലസേചനത്തിന്, ഈ കൃഷിക്ക് നനയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാനും കഴിഞ്ഞു. അപ്പോൾ ഈ ഘടകങ്ങളെല്ലാം ഒരുമിച്ച് ചേർന്ന് വന്നതോടു കൂടിയിട്ട് ഉൽപ്പാദനത്തിൽ വൻ വർധനവുണ്ടായി. ഇങ്ങനെ ഉൽപ്പാദനത്തിൽ വൻ വർധനവുണ്ടായപ്പോൾ ഈ ഉൽപ്പാദിപ്പിച്ച ഭക്ഷ്യവസ്തുക്കൾ അധികം ഉൽപ്പാദിപ്പിച്ചിരിക്കുന്ന, അതായത് അവർക്ക് അന്നന്ന് ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ട് മാത്രമല്ലല്ലോ ഉൽപ്പാദിപ്പിക്കുന്നത്, കുറേ അധികം ഉണ്ടാവും അല്ലേ. അപ്പോൾ ഇങ്ങനെ ഈ അധികമായിട്ട് ഉൽപ്പാദിപ്പിച്ചിട്ടുള്ള ഭക്ഷ്യവസ്തുക്കളെ അവർ സംഭരിക്കാൻ തുടങ്ങി. അതിനുവേണ്ടി പ്രത്യേകം മായിട്ട് കെട്ടിടങ്ങളൊക്കെ നിർമ്മിച്ച് അതിൽ ഈ ധാന്യപ്പുരകളൊക്കെ ഉണ്ടാക്കിയിട്ട് അതിൽ നെല്ലും അതുപോലെയുള്ള ധാന്യങ്ങളും ഒക്കെ മിച്ചം വന്നത് സംഭരിക്കാൻ തുടങ്ങി. അതുപോലെ തന്നെ കാർഷിക വിഭവങ്ങളെ ഇവർ കൈമാറ്റം ചെയ്യാനുള്ള പൊതുസ്ഥലങ്ങൾ കണ്ടെത്തി. പൊതുസ്ഥലങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ മാർക്കറ്റ് അല്ലെങ്കിൽ ചന്ത എന്നൊക്കെ പറയില്ലേ. അപ്പോൾ അതുപോലെയുള്ള ചില പ്രദേശങ്ങളൊക്കെ രൂപം കൊള്ളാൻ തുടങ്ങി. അതായത് ഓരോരുത്തരുടെ അടുത്ത് ചെന്ന് വാങ്ങിക്കുന്നതിന് പകരം എല്ലാവരും ഒരു പൊതുസ്ഥലത്ത് ഒത്തുചേരുകയാണെങ്കിൽ നമ്മൾ ആ മാർക്കറ്റിലേക്ക് അല്ലെങ്കിൽ ചന്തയിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും വാങ്ങിച്ച് തിരിച്ചു വരാമല്ലോ. അപ്പോൾ അതുപോലെ തന്നെ പലതരത്തിലുള്ള കൃഷിക്കാരുണ്ടാവുമല്ലോ. അതായത് പച്ചക്കറികൾ കൃഷി ചെയ്യുന്നവരുണ്ടാകും, അതുപോലെ തന്നെ നെല്ല് കൃഷി ചെയ്യുന്നവരുണ്ടാകും, അങ്ങനെ പല മൺപാത്രങ്ങൾ നിർമ്മിക്കുന്നവരുണ്ടാകും. ഇവരെല്ലാവരും ഒരു പൊതുപ്രദേശത്ത് ഒത്തുചേരുകയും അങ്ങനെ അവിടെ വെച്ച് സാധനങ്ങൾ കൈമാറ്റം ചെയ്യുന്ന ഒരു രീതി നിലവിൽ വരികയും ചെയ്തു. അതുപോലെ തന്നെ നമുക്കറിയാം, ഒരു സമൂഹത്തിൽ നമുക്ക് ഒറ്റയ്ക്ക് നിലനിൽക്കുന്നതിന് പ്രയാസമാണ് അല്ലേ. നമുക്ക് ഒരു ദിവസത്തേക്ക് വേണ്ടി വരുന്ന എന്തൊക്കെ സാധനങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ടോ അതിൽ എല്ലാം നമ്മൾ തന്നെ ഉൽപ്പാദിപ്പിക്കുന്നതാണോ? അല്ല, മറ്റു പലരും ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങൾ നമ്മൾ വില കൊടുത്ത് വാങ്ങിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ നമുക്ക് ആവശ്യമായിട്ടുള്ള ഓരോ വസ്തുക്കളും ഉൽപ്പാദിപ്പിക്കുന്നവരുമായിട്ട് നമുക്കൊരു ആശ്രയത്വമുണ്ട്, ഒരു പരസ്പര ആശ്രയത്വം നമുക്ക് സമൂഹത്തിലുണ്ട് അല്ലേ. ആ കാലഘട്ടത്തിലും
അത് ആ കാലഘട്ടത്തിലായിരുന്നു ഈ ഒരു പരസ്പര ആശ്രയത്വം വളർന്നു വന്നത്. അതായത് ഒരു തൊഴിൽ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് മറ്റ് തൊഴിൽ മേഖലയിലുള്ളവരുടെ സേവനങ്ങളും ഉൽപ്പന്നങ്ങളും ആവശ്യമായിരുന്നു. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ അവരെന്ത് ചെയ്യാൻ തുടങ്ങി? ഈ സേവനങ്ങളും ഉൽപ്പന്നങ്ങളും ഒക്കെ കൈമാറാൻ തുടങ്ങി. അത് ഒരു പരസ്പര ആശ്രയത്വം വളർത്തുന്നതിന് കാരണമായി. അതുപോലെ തന്നെ ഈ ഉൽപ്പാദിപ്പിക്കുന്ന വിഭവങ്ങൾ വിദൂര പ്രദേശങ്ങളിലേക്ക് കരമാർഗവും അതുപോലെ കടൽ മാർഗവും ഒക്കെ ആയിട്ട് മറ്റ് സ്ഥലങ്ങളിലേക്ക് കയറ്റി അയച്ചു. ഇത് ഈ പ്രദേശങ്ങളുമായിട്ടൊക്കെയുള്ള കച്ചവട ബന്ധങ്ങൾ വളർത്തുന്നതിന് കാരണമായി. അതുപോലെ തന്നെ ഇങ്ങനെ മറ്റ് സ്ഥലങ്ങളിലേക്ക് ഈ കടൽ മാർഗവും കരമാർഗവും ഒക്കെ സാധനങ്ങൾ അയക്കേണ്ടത് കൊണ്ട് തന്നെ ഈ റോഡും അതുപോലെ ജലഗതാഗതവും ഒക്കെ വികസിക്കേണ്ടത് അവരുടെ ആവശ്യമായിരുന്നു. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് ഗതാഗത സൗകര്യങ്ങളും വികസിച്ചു. അതുപോലെ ഈ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ഭരണ സംവിധാനം ഉണ്ടായി. അതുപോലെ എഴുത്തുവിദ്യ രൂപപ്പെട്ടു. ഇതൊക്കെ നമുക്ക് ഈ കാലഘട്ടത്തിൽ കാണപ്പെട്ട പുരോഗതികളാണ്. ഇങ്ങനെ ഈ ഒരു വികസന രീതിയിൽ വിവിധ നദീതടങ്ങളിൽ പ്രാചീന നഗരങ്ങൾ വികസിച്ചു വന്നു. പല സംസ്കാരങ്ങളും വികസിക്കുന്നതിന് അല്ലെങ്കിൽ പല സംസ്കാരങ്ങളുടെയും രൂപപ്പെടലിന് ഇത് കാരണമായി. ഇങ്ങനെ ഈ ഒരു വെങ്കല കാലഘട്ടത്തിൽ നദീതടങ്ങളിൽ ഉണ്ടായിട്ടുള്ള അല്ലെങ്കിൽ വളർന്നു വന്നിട്ടുള്ള വികസിച്ചു വന്നിട്ടുള്ള സംസ്കാരങ്ങളാണ് വെങ്കലയുഗ സംസ്കാരങ്ങൾ. അപ്പോൾ നമുക്ക് പ്രധാനപ്പെട്ട ചില വെങ്കലയുഗ സംസ്കാരങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അതിൽ ആദ്യത്തേത് മെസൊപ്പൊട്ടേമിയൻ സംസ്കാരമാണ്. ഈ മെസൊപ്പൊട്ടേമിയൻ സംസ്കാരം എന്ന് പറയുന്നത് യൂഫ്രട്ടീസ് അതുപോലെ ടൈഗ്രീസ് ഈ രണ്ട് നദികളുടെയും നദീതടങ്ങളിലായിട്ടാണ് മെസൊപ്പൊട്ടേമിയൻ സംസ്കാരം നിലനിന്നിട്ടുണ്ടായിരുന്നത്. ആ വാക്കിൻ്റെ മെസൊപ്പൊട്ടേമിയ എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ രണ്ട് നദികൾക്കിടയിലുള്ള പ്രദേശം എന്നാണ്. ഇന്നത്തെ ഇറാഖിലാണ് ഈ ഒരു പ്രദേശം ഉൾപ്പെട്ടിട്ടുള്ളത്. അതായത് മെസൊപ്പൊട്ടേമിയ ഇന്നത്തെ ഇറാഖിലാണ് ഉള്ളത്. ഇനി ആ കാലഘട്ടത്തിൽ അവിടെ വളർന്നു വന്നിട്ടുള്ള അല്ലെങ്കിൽ രൂപം കൊണ്ടിട്ടുള്ള ഒരു ലിപിയായിരുന്നു ക്യൂനിഫോം എന്ന ലിപി. അതായത് മെസൊപ്പൊട്ടേമിയൻ സംസ്കാരത്തിൽ വളർന്നു ഉണ്ടായിട്ടുള്ള രൂപം കൊണ്ടിട്ടുള്ള ഒരു ലിപിയാണ് ക്യൂനിഫോം ലിപി. അപ്പോൾ ഈ സംസ്കാരത്തിൻ്റെ ശേഷിപ്പുകളെയാണ് സിഗുറാത്തുകൾ എന്ന് പറയുന്നത്. ഈ സിഗുറാത്തുകൾ എന്ന് പറയുന്നത് ദേവാലയങ്ങളുടെ സമുച്ചയങ്ങളാണ്. അതായത് കുറേ ദേവാലയങ്ങൾ ചേർന്നിട്ടുള്ളത്. ഇതിൻ്റെ പുറം ഭാഗം എന്ന് പറയുന്നത് ചുട്ടെടുത്തിട്ടുള്ള ഇഷ്ടികകൾ കൊണ്ട് നിർമ്മിച്ചിട്ടുള്ളവയാണ്. അതുപോലെ 25ഓളം സിഗുറാത്തുകൾ ഈ പ്രദേശങ്ങളിൽ നിർമ്മിക്കപ്പെട്ടതായി കണ്ടെത്തിയിട്ടുണ്ട്. ഇവയിൽ ഉർ എന്ന നഗരത്തിലെ സിഗുറാത്ത് ഇന്നും സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു. ഇനി എഴുത്തുലിപിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ ക്യൂനിഫോം ലിപി പുരാതനമായിട്ടുള്ള ലിപികളിലൊന്നാണ്. ഈ മെസൊപ്പൊട്ടേമിയൻ സംസ്കാരത്തിൽ രൂപം കൊണ്ടിട്ടുള്ള ക്യൂനിഫോം ലിപി. സുമേറിലാണ് ഇത് ആരംഭിച്ചത്. ആപ്പിൻ്റെ രൂപത്തിൽ, അതായത് ഒരു വെഡ്ജ് ഷേപ്പിലുള്ള ചിത്രലിപിയാണ് ഈ ക്യൂനിഫോം ലിപി എന്ന് പറയുന്നത്. അവരെഴുതിയിട്ടുണ്ടായിരുന്നത് കളിമണ്ണിൻ്റെ ചെറിയ ഈ നമ്മുടെ ടൈല് പോലെയുള്ള ചെറിയ കളിമണ്ണിൻ്റെ രൂപത്തിൽ അതിലായിരുന്നു അവർ എഴുതിയിട്ടുണ്ടായിരുന്നത്. അത് ആ ഒരു പ്രതലത്തിൽ ആപ്പിൻ്റെ ആകൃതിയിൽ ഉണ്ടാക്കിയിട്ടുള്ളതാണ് ക്യൂനിഫോം ലിപി. ഇനി അടുത്തത് ഈജിപ്ഷ്യൻ സംസ്കാരമാണ്. നൈൽ നദീതടത്തിലാണ് ഈജിപ്ഷ്യൻ സംസ്കാരം വളർന്നു വന്നത്. ഈജിപ്തിനെ വിളിക്കുന്നത് തന്നെ നൈലിൻ്റെ ദാനം എന്നാണ്. ഹൈറോഗ്ലിഫിക്സ് എന്ന ലിപിയാണ് ഈ ഒരു ഈജിപ്ഷ്യൻ സംസ്കാരത്തിൽ നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുള്ള ലിപി. ആ ഒരു കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ഈ വെങ്കലയുഗ സംസ്കാര കാലഘട്ടത്തിൽ ഈജിപ്തിൽ രൂപം കൊണ്ടിട്ടുള്ള ഒരു ലിപിയാണ് ഹൈറോഗ്ലിഫിക്സ് ലിപി. അതുപോലെ തന്നെ നമുക്ക് ഈജിപ്ഷ്യൻ സംസ്കാരം എന്ന് പറയുമ്പോൾ ആദ്യം മനസ്സിലേക്ക് വരുന്നത് തന്നെ പിരമിഡുകളാണല്ലോ. അപ്പോൾ ഈ ഒരു സംസ്കാരത്തിൻ്റെ ശേഷിപ്പുകളാണ് ലോകപ്രസിദ്ധങ്ങളായിട്ടുള്ള ഈ പിരമിഡുകളെല്ലാം. ഈ ഹൈറോഗ്ലിഫിക്സ് ലിപി ഇവരുടെ ഈ ഈജിപ്ഷ്യൻ സംസ്കാരത്തിലെ ലിപിയായിരുന്നു ഹൈറോഗ്ലിഫിക്സ് ലിപി എന്ന് പറഞ്ഞല്ലോ. ഇത് പുരാതന ഈജിപ്തുകാർ ഉപയോഗിച്ചിരുന്ന ലിപി. ചിഹ്നരൂപവും അതുപോലെ തന്നെ അക്ഷരരൂപവും കൂട്ടിച്ചേർത്തിട്ടുള്ളവയാണ് ഈ ഒരു ലിപി. അതായത് ചിഹ്നവുമുണ്ട് അതുപോലെ തന്നെ അക്ഷരങ്ങളുമുണ്ട്. ഇത് രണ്ടും ചേർന്നിട്ടുള്ള ഒരു തരം ലിപിയാണ്. തടിയിലും അതുപോലെ തന്നെ പാപ്പിറസിലുമാണ് ഇത്, പാപ്പിറസ് ഇലകളിലുമാണ് ഇത് കൂടുതലും ഇവർ എഴുതിയിട്ടുണ്ടായിരുന്നത്.
നമ്മൾ പറഞ്ഞല്ലോ ഈജിപ്ത് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഓർമ്മ വരുന്നത് പിരമിഡുകളാണെന്ന്. ധാരാളം പിരമിഡുകളുടെ ശേഷിപ്പുകൾ മാത്രമേ ഉള്ളൂ. പലതും തകർക്കപ്പെട്ട നിലയിലും അതുപോലെ തന്നെ കൊള്ളയടിക്കപ്പെട്ട നിലയിലുമൊക്കെയാണ്. അതായത് ഈ പിരമിഡിനകത്ത് ഇവർ കൂടുതലും ഈ അതായത് മരണാനന്തര ജീവിതത്തിൽ വിശ്വസിച്ചിട്ടുള്ളവരായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ പിരമിഡുകൾ ഉണ്ടാക്കുന്ന സമയത്ത് മമ്മിഫിക്കേഷൻ എന്നൊക്കെ പറയും. ഈ മൃതശരീരത്തെ മമ്മികളാക്കി മാറ്റിയിട്ടായിരുന്നു അവർ അതിൽ അടക്കം ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ സമയത്ത് അവരുടെ ഈ മരണാനന്തര ജീവിതത്തിലേക്ക് ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരുപാട് വസ്തുക്കളും സുഗന്ധദ്രവ്യങ്ങളും അതുപോലെ തന്നെ സ്വർണവും ഒക്കെ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പിൽക്കാലത്ത് ഇവ കൊള്ളയടിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നത് കൊണ്ട് പല പ്രസിദ്ധങ്ങളായിട്ടുള്ള പിരമിഡുകളും തകർക്കപ്പെട്ടിട്ടുണ്ട് ഈ ഒരു കൊള്ളയടിക്കുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇതിൽ ഈ ബാക്കി വന്നിട്ടുള്ളവയിൽ ഈജിപ്തിലെ ഭരണാധികാരികളായിരുന്ന ഫെറോവമാരുടെ ശവകുടീരങ്ങളിൽ അവരുടേതാണ് ഈ പ്രധാനപ്പെട്ട പിരമിഡുകളെല്ലാം തന്നെ. കാരണം അന്നത്തെ സമൂഹത്തിൽ ഉച്ചനീചത്വം ധാരാളമായിട്ടുണ്ടായിരുന്നു. പണക്കാരനും പാവപ്പെട്ടവനും തമ്മിലുള്ള അന്തരം വളരെ കൂടുതലായിരുന്നതുകൊണ്ട് തന്നെ കൂടുതലും ഇത്തരം വസ്തുക്കൾ, സ്വർണ്ണാഭരണങ്ങളും വിലപ്പെട്ട വസ്തുക്കളും ഒക്കെ ഉണ്ടായിരുന്നത് ഈ ഭരണാധികാരികളായ ഫറോവമാരുടെ ശവകുടീരങ്ങളിലായിരുന്നു. അതായത് അത്തരം പിരമിഡുകളിൽ. അതിൽ തന്നെ കുഫു രാജാവ് നിർമ്മിച്ചിട്ടുള്ള ഗിസയിലെ പിരമിഡാണ് ഇവയിൽ ഏറ്റവും വലിയ പിരമിഡ്. ഈ പിരമിഡുകളുടെ കൂട്ടത്തിലെ ഏറ്റവും വലിയ പിരമിഡാണ് കുഫു രാജാവ് നിർമ്മിച്ച ഗിസയിലെ പിരമിഡ്. ഇനി അടുത്തത് ചൈനീസ് സംസ്കാരമാണ്. ചൈനയിലെ ഹൊയാങ്ഹോ നദീതടത്തിൽ വളർന്നു വന്നിട്ടുണ്ടായിട്ടുള്ള ഒരു സംസ്കാരമാണ് ചൈനീസ് സംസ്കാരം. വെങ്കലയുഗ സംസ്കാരങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ് ചൈനീസ് സംസ്കാരവും. ആ കാലഘട്ടത്തിൽ, അതായത് ഈ വെങ്കലയുഗ കാലഘട്ടത്തിൽ അവർ രൂപപ്പെടുത്തിയിട്ടുള്ള, ചൈനീസ് സംസ്കാരത്തിൽ ജീവിച്ചിരുന്ന മനുഷ്യർ രൂപപ്പെടുത്തിയിട്ടുള്ള അതേ ലിപി തന്നെയാണ് ഇന്നും ചൈനക്കാർ ചെറിയ ചില മാറ്റങ്ങളോട് കൂടിയിട്ട് ഉപയോഗിക്കുന്നത്. അതായത് അതേ ലിപി തന്നെയാണ് നിലനിൽക്കുന്നത്. കുറച്ച് മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട് എങ്കിലും ബേസിക്കലി ആ ഒരു ചൈനീസ് ലിപി തന്നെയാണ് അവരിന്നും ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ചൈനയിലെ മനുഷ്യർ വെങ്കല ശില്പങ്ങൾ നിർമ്മിക്കുന്നതിൽ വിദഗ്ധരായിരുന്നു. ഇനി അടുത്തത് നമ്മുടെ ഇന്ത്യയിൽ നിലനിന്നിരുന്ന സംസ്കാരമാണ് ഹാരപ്പൻ സംസ്കാരം. വെങ്കലയുഗ സംസ്കാരമാണ്. ഇന്ത്യയിലെ സിന്ധു നദീതടത്തിലാണ് ഈ ഹാരപ്പൻ സംസ്കാരം വികാസം പ്രാപിച്ചത്. അപ്പോൾ ഇതിൻ്റെ സൈറ്റുകളിൽ പല പ്രദേശങ്ങളും ഇന്ന് ഇന്ത്യയിലും പാകിസ്ഥാനിലുമായിട്ടാണ് നിലനിൽക്കുന്നത്. അതായത് വിഭജനത്തിന് മുമ്പ് 1947 മുമ്പ് ഇന്ത്യയും പാകിസ്ഥാനും ഇന്ത്യ എന്ന ഒറ്റ രാജ്യമായിരുന്നല്ലോ. അപ്പോൾ ഇന്ന് പക്ഷേ അതുള്ളത് പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യത്താണ്. കുറേ സൈറ്റുകളൊക്കെ, കുറേയൊക്കെ ഇന്ത്യയിലും. അങ്ങനെ ഹരപ്പയിലെ ചില പ്രധാന സവിശേഷതകൾ എന്തൊക്കെയായിരുന്നു എന്ന് ചോദിച്ചാൽ നഗരാസൂത്രണം എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അതായത് അക്കാലത്ത് തന്നെ തെരുവുകളുണ്ടായിരുന്നു. ഈ തെരുവിൻ്റെ 2 വശത്തുമായിട്ടായിരുന്നു വീടുകൾ ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ ആ വീടുകളിൽ നിന്നുമൊക്കെ പോകുന്ന മലിനജലം ഒഴുക്കി വിടുന്നതിന് വേണ്ടിയിട്ട് അഴുക്കുചാൽ പദ്ധതി ഉണ്ടായിരുന്നു. ഇനി മിച്ചം വരുന്ന, ഉൽപ്പാദനത്തിന് ശേഷം മിച്ചം വന്നിട്ടുള്ള ധാന്യങ്ങളൊക്കെ സൂക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ധാന്യപ്പുരകൾ ഉണ്ടായിരുന്നു, കച്ചവട കേന്ദ്രങ്ങളുണ്ടായിരുന്നു. അതുപോലെ ഇവർ വീട് നിർമ്മിക്കുന്നതിനും ധാന്യപ്പുരകൾ നിർമ്മിക്കുന്നതിനുമൊക്കെ ചുടുകട്ടകൾ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ചുടുകട്ടകൾ കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള ബഹുനില വീടുകളൊക്കെ ആധുനിക ലോകത്തെ പോലും അത്ഭുതപ്പെടുത്തുന്നവയാണെന്ന് കാണാം. അതായത് അത്രയും കൃത്യമായിട്ട് എത്രയോ വർഷങ്ങൾക്ക് മുൻപ് ജീവിച്ചിരുന്ന ഈ ഒരു മനുഷ്യർ അത്രയും ഭംഗിയായിട്ട് വളരെ ആസൂത്രണത്തോടു കൂടിയിട്ട് തന്നെ ഇന്നത്തെ വീടുകൾക്കൊപ്പം കിടനിൽക്കുന്ന വീടുകൾ നമുക്ക് ആ കാലഘട്ടത്തിൽ അതിൻ്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അത്ഭുതപ്പെടുത്തുന്നവ തന്നെയാണ് അല്ലേ. ഇന്നത്തെ ആധുനിക സൗകര്യങ്ങളൊന്നും ഇല്ലാതിരുന്ന ഒരു കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന മനുഷ്യരാണ് ഇതൊക്കെയും ഉണ്ടാക്കിയിരുന്നത് എന്നതും നമ്മൾ ഓർക്കേണ്ടതാണ്. അപ്പോൾ ഹാരപ്പയിലെ ജനങ്ങൾക്ക് എഴുത്തുവിദ്യ അറിയുമായിരുന്നു. അവർ എഴുതിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ സ്ക്രിപ്റ്റുകളൊന്നും തന്നെ, അല്ലെങ്കിൽ ആ ലിപി എന്താണ്, അല്ലെങ്കിൽ അവർ എഴുതി വെച്ചിരുന്നത് എന്താണെന്ന് ഇതുവരെയും നമുക്ക് വായിച്ചെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. അതിന്നും ഒരു
നിഗൂഢതയായി തന്നെ നിലനിൽക്കുന്നു. ഒരു പക്ഷേ നമുക്ക് ആ ഒരു ലിപി വായിച്ചെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ, ഈ ഒരു ഹരപ്പൻ സിവിലൈസേഷനിലെ, ഹരപ്പൻ സംസ്കാരത്തിലെ അവരുടെ ലിപി വായിക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ കുറേ കൂടി കാര്യങ്ങൾ നമുക്ക് ആ ഒരു സംസ്കാരത്തെക്കുറിച്ച് അറിയാൻ കഴിയുമായിരുന്നു. പക്ഷേ അതിന്നുവരെയും സാധിച്ചിട്ടില്ല. ഇനി ഇതിലെ ഈ ഒരു സിന്ധു നദീതട സംസ്കാരത്തിലെ പ്രധാന നഗരങ്ങളായിരുന്നു മോഹൻജദാരോ, ഹരപ്പ, കാലിബംഗൻ, ലോഥൽ തുടങ്ങിയവ. അതുപോലെ ഈ നമ്മുടെ സിന്ധു നദീതട സംസ്കാരത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ശേഷിപ്പായിട്ട് കണക്കാക്കുന്നതാണ് ഗ്രേറ്റ് ബാത്ത് അഥവാ മഹാസ്നാനഘട്ടം എന്ന് പറയുന്നത്. മോഹൻജദാരോയിലാണ് ഇത് നിലനിൽക്കുന്നത്. നമുക്ക് കാണാം ഒരു കുളവും അതിന് നല്ല കൽപ്പടവുകളൊക്കെ പണിത് പൊതുജനങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ ഉണ്ടാക്കിയിട്ടുള്ള ഒരു കുളം. ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഇത്രയും നേരം ഈ വീഡിയോ കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി.